നമസ്കാരം അമേരിക്ക. സ്ഥലം ജോർജിയ സംസ്ഥാനത്തിലെ ആപ്പലാച്ചി സ്കൂൾ. കളിയും ചിരിയും നിറഞ്ഞ അവധിക്കാലത്തിന്റെ കലപിലകൾക്ക് ശേഷം പഠനത്തിന്റെ വസന്തത്തിലേക്ക് മടങ്ങിയ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് തുടക്കത്തിൽ തന്നെ ഭീതിയുടെ വെടിയൊച്ചു കേൾക്കേണ്ടി വന്നു. ഒരു 14-കാരന്റെ തോക്കിൻമുനയിൽ പൊലിഞ്ഞത് 4 ജീവനുകൾ, 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും. ഭാവി അമേരിക്കയുടെ വാഗ്ദാനമാകേണ്ട 2 കുരുന്നുകൾ. നിരവധി വിദ്യാർത്ഥികൾക്ക് വഴികാട്ടികളാകേണ്ടിയിരുന്ന 2 അധ്യാപകർ. അമേരിക്കയിൽ ഈ വർഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം നടന്നത് 45 വെടിവെപ്പുകൾ. സ്കൂളുകളിൽ മാത്രം 32, യൂണിവേഴ്സിറ്റികളിൽ 13. ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ തടയാനാകാത്ത ഒരു വൻ സാമൂഹ്യ വിപത്തിന്റെ ആഴമാണോ വെളിപ്പെടുത്തുന്നത്? ബൈഡൻ പറയുന്നത് പോലെ തോക്കു നിയമങ്ങൾ ശക്തമാക്കേണ്ടതിനായി രാഷ്ട്രീയ ഭേദമില്ലാത്ത പ്രയത്നം വേണ്ടേ? ജനസംഖ്യയേക്കാൾ തോക്കുകളുള്ള രാജ്യത്ത് എന്ത് നിയന്ത്രണം കൊണ്ടുവരണം? പലതരം മാനസികാവസ്ഥയിലുള്ള മനുഷ്യരുടെ കയ്യിലേക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ തോക്കുകൾ എത്തിയാൽ എന്താകും ഫലം? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. നിലയ്ക്കാത്ത വെടിയൊച്ച. ഇന്നത്തെ എൻ്റെ അതിഥികൾ: റിപ്പബ്ലിക്കൻ പാർട്ടി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് സ്റ്റാൻലി ജോർജ്, ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവിയും എഴുത്തുകാരനുമായ AC ജോർജ്, നടനും ഇൻഫ്ലുവൻസറും കമ്മ്യൂണിറ്റി ലീഡറുമായ ഹരി നമ്പൂതിരി എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ സ്റ്റാൻലി ജോർജിലേക്ക്. ശ്രീ സ്റ്റാൻലി ജോർജ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജനസംഖ്യയേക്കാൾ കൂടുതൽ തോക്കുകളുള്ള, എല്ലാവർക്കും തോക്ക് വാങ്ങി കൈവശം വയ്ക്കാവുന്ന ഒരു രാജ്യത്ത് ഈ ഗൺ കൺട്രോൾ അല്ലെങ്കിൽ തോക്കുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകും? പ്രത്യേകിച്ച് ഈ തരത്തിലൊക്കെ ഒരു ചിന്തയുമില്ലാത്ത സമയത്ത് തോക്കെടുത്ത് വെടിവെക്കുകയും അതിനിരയാവുകയും ചെയ്യുന്നവർ, അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെ എത്ര പേരെയാണ് ബാധിക്കുന്നത്? അപ്പോൾ ഒരു ഗൺ കൺട്രോൾ എങ്ങനെ പ്രായോഗികമായി സാധ്യമാണ് അവിടെ? ക്രിസ്tina, ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. പതിറ്റാണ്ടുകളായിട്ട് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ മാനുഷിക അവകാശ ലംഘനമായിട്ട് സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണിത്. ജീവന് നേരെയുള്ള വെല്ലുവിളിയാണ്. 1994 പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഒരു അസാൾട്ട് വെപ്പൺ ബാൻ കൊണ്ടുവന്ന് 30 വർഷത്തോളം അത് ഉണ്ടായിരുന്നു. ഈ വർഷമാണ് അത് എക്സ്പയർ ചെയ്തത്. ഈ 30 വർഷക്കാലത്ത് പ്രസിഡന്റ് ക്ലിന്റൺ അല്ലെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചത്, പ്രതീക്ഷിച്ചത് അമേരിക്കയിലുള്ള മാസ് ഷൂട്ടിങ്ങിന്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗൺ ക്രൈംസ് അവസാനിക്കുമെന്നാണ്, അല്ല കുറയുമെന്നാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരു ബാൻ ഉള്ളപ്പോൾ തന്നെയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഗൺ ക്രൈം ഉയർന്നതും മാസ് ഷൂട്ടിങ്ങിന്റെ എണ്ണം ഉയർന്നതും. അപ്പോ അത് വളരെയധികം പ്രായോഗികമല്ലാത്ത നിലയിലാണ് കടന്നു പോകുന്നത്. കാരണം ഈ ഗൺ കൺട്രോൾ അല്ലെങ്കിൽ ആ ബാൻ ഉള്ളപ്പോൾ തന്നെയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് ഉണ്ടായത്. അപ്പൊ ഇതിന് കൂടുതലായിട്ടുള്ള മെഷേഴ്സ് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ മാനസിക പ്രശ്നമുള്ള ആളുകളുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ കൗമാരക്കാരുടെ കയ്യിലേക്കോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരുടെ കയ്യിലേക്കോ ഒക്കെ ഗൺ പോകുന്നത് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതിന് സ്റ്റേറ്റ് സിറ്റി ഗവൺമെന്റുകളുടെയാണ് ഇതൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടതും. അത്തരം ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതൊക്കെ പരിശോധിച്ച് പശ്ചാത്തലം കൃത്യമായി പരിശോധിച്ച് വളരെ എളുപ്പത്തിൽ ആരുടെയും കൈവശം ഗൺ എത്തിക്കാതിരിക്കുക എന്നുള്ള ആ സംവിധാനമാണ്, സർക്കാർ സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. അതിന് അത് എല്ലാ സർക്കാരുകളും, ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ സർക്കാരുകളും അതിനകത്ത് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വപരമായ നടപടികളിലേക്കാണ് പോകേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു. ശ്രീ ഹരി നമ്പൂതിരി, ഈ ഇത്തരത്തിലുള്ള ഗൺ കൺട്രോൾ മെഷേഴ്സ്, അതിനോട് താങ്കളുടെ നിലപാട് എന്താണ്? താങ്ക് യു, ക്രിസ്റ്റീന. I definitely support gun control, mainly because of the accessibility to the guns are too easy in America. അതാണ് പ്രധാനമായിട്ടൊരു ഇഷ്യൂ ആയി നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ലിബറൽ പോളിസിയെ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് ഈ ലിബറൽ പോളിസി വന്നു? എന്തുകൊണ്ട് ഗൺ കൺട്രോൾ റെസ്ട്രിക്ഷൻസ് നമുക്ക് പെട്ടെന്ന് നടത്താൻ പറ്റുന്നില്ല? പ്രധാനമായ 3 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അമേരിക്കക്കാർക്ക് തോക്കുകളുമായുള്ളൊരു വൈകാരിക ബന്ധമുണ്ട്. ഈ ബ്രിട്ടീഷുകാരെ തുരത്തിയത് മുതൽ സിവിൽ വാർ സമയത്ത് വരെ ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ വിജയങ്ങളും നേടിയത്. രണ്ടാമത്, ഒരു
പൊളിറ്റിക്കൽ റീസൺ. നമ്മുടെ ഗവൺമെന്റ് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ നേതാക്കൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഈ മിലിറ്ററി ഈ നേതാക്കളെ തകർത്ത് കളയുമോ, നമ്മുടെ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട് മിലിറ്ററി ടേക്ക് ഓവർ ചെയ്യുമോ എന്നൊരു ചിന്താഗതി വളർന്നു വന്ന പശ്ചാത്തലത്തിൽ ഫ്രീ മിലീഷ്യ എന്ന് പറഞ്ഞിട്ട് ഈ ട്രെയിൻഡ് അല്ലാത്ത ഒരു ആർമിയെ നിർമ്മിക്കേണ്ടി ഒരു സിറ്റുവേഷനിലേക്ക് അവർ ചിന്തിച്ചു. അങ്ങനെയാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ സെക്കൻഡ് അമെൻമെന്റ്, അത് പ്രധാനമായിട്ട് അത് അറിയേണ്ടതാണ്. സെക്കൻഡ് അമെൻമെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എ വെൽ റെഗുലറൈസ്ഡ് മിലീഷ്യ ബീങ് necessary for the security of a free state, the right of the people to keep and bear arms shall not be infringed. ഈ ബിൽ ഓഫ് റൈറ്റ്സിലെ സെക്കൻഡ് അമെൻമെന്റ് ഫ്രീ മിലീഷ്യ മറ്റുള്ളവരെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എല്ലാവർക്കും ഇത് ഗണ്ണ് കൈവശം വെക്കുന്നതിനുള്ള മൗലികാവകാശത്തെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഭരണഘടന ചെറിയ ഭരണഘടനയാണ്, ഇന്ത്യയുടെ കുറച്ചുകൂടി വലിയ ഭരണഘടനയാണ്. ഈ ഭരണഘടന അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തുലവും ദുഷ്കരമാണ് അമേരിക്കയിൽ. എന്ന് പറഞ്ഞാൽ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഇന്ത്യയുടെ ഒരു ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 75 വർഷത്തിൽ പരം പ്രായമുള്ള ഭരണഘടന 100-ൽ പരം പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഭരണഘടന ഏകദേശം 20 പ്രാവശ്യം 20-ൽ കൂടുതലോ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസ് മാത്രം വിചാരിച്ച ഭരണഘടന അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റേറ്റുകൾക്ക് അതിൻ്റെ അധികാരമുണ്ട്. അതാണ് രണ്ടാമത്തെ പൊളിറ്റിക്കൽ റീസൺ, ഇമോഷണൽ റീസൺ, പൊളിറ്റിക്കൽ റീസൺ. മൂന്നാമതായിട്ട് ലോബിയിങ് ഇൻ അമേരിക്ക ഈസ് ലീഗൽ. NRA പോലുള്ള സംഘടനകൾ, നാഷണൽ റൈഫിൾ അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ഇത് തുടങ്ങിയത് പ്രൊട്ടക്ഷൻ, പബ്ലിക് സേഫ്റ്റി, സേഫർ വർക്ക് പ്ലേസ്, സേഫർ ലിവിങ്, ഇതൊക്കെ ആണെങ്കിൽ പോലും പിന്നെ ഒരു ബിസിനസ് തലത്തിലേക്ക് നീങ്ങുകയും തോക്ക് ആളുകൾ വാങ്ങിച്ചാൽ മാത്രമേ ആളുകൾക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അതിൽ ലോബിയിസ്റ്റ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോബി ആണ് NRAയുടെ. ഇത് മൂന്നും കൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇറ്റ് ഈസ് അമേരിക്കയുടെ ലിബറൽ പോളിസി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതിന്റെ പ്രധാന റീസണും ഇതില് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ശരി, താങ്ക് യു. ശ്രീ AC ജോർജ്, നമുക്കറിയാം ചെറിയ കുട്ടികൾ അവരുടെ അടുത്ത് കളിപ്പാട്ടങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം ആ ദേഷ്യം ആരോടാണോ തീർക്കേണ്ടത് അവരിലേക്ക് വലിച്ചെറിയും. അതൊരു തോക്കാണെങ്കിൽ ആ തോക്കെടുത്ത് വെടിവെക്കും. നമ്മളൊരു സ്കൂളിൽ പണ്ട് കാലത്തൊക്കെ അധ്യാപകർ ഈ ചോക്ക് എടുത്തെറിയുന്ന, ഡസ്റ്റർ എടുത്തെറിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിലുള്ള ഏറ്റവും അടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് ഉപയോഗിക്കാനുള്ളത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ത്വരയാണ്. അതായത് പെട്ടെന്ന് ഒരു മാനസികാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ, പെട്ടെന്ന് ഒരാളോട് ദേഷ്യം വരുമ്പോൾ എന്താണോ ഏറ്റവും അടുത്ത് കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു സാധ്യത, അത് തുടർച്ചയായി ചെയ്യുമ്പോൾ അതൊരു ശീലമാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ നിലനിൽക്കെ ഈ തോക്കു നിയന്ത്രണം എന്നതിലുപരിയായി നിലവിൽ തോക്കുകൾ അത്രയും കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് മനുഷ്യ മനസാക്ഷിയെ അല്ലെങ്കിൽ ഈ ഓരോരുത്തരുടെയും മനോഭാവത്തെ മാറ്റുന്നതിനായിട്ടുള്ള ചില നടപടികളും ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന. അതായത് അമേരിക്കയിൽ തോക്ക് ചില കടകളിലെല്ലാം പോയി മിഠായി വാങ്ങിക്കുന്ന മാതിരി വാങ്ങിക്കാം. റെസ്ട്രിക്ഷൻസ് വളരെ ചുരുക്കമാണ്. അതിനായിട്ട് ഒരു തരത്തിലുള്ള ലൂസ് നിയമം ആണ് ഉള്ളത്. പിന്നീട് ഈ തോക്ക് നിയന്ത്രണം ഓരോ സ്റ്റേറ്റിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ടെക്സസ് സ്റ്റേറ്റ്, ഇവിടെ മിക്കവാറും അധികം പേർക്കും തോക്കുണ്ട്. ഇതൊരു ലിബറൽ സ്റ്റേറ്റ് ആണ്, തോക്കുണ്ട്. അതേ അവസരത്തിൽ ന്യൂയോർക്കിൽ വളരെ സ്ട്രിക്റ്റ് പോളിസിയാണ്, നോർത്ത് ഈസ്റ്റേൺ സൈഡിലെ സ്ട്രിക്റ്റ് പോളിസിയാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായ പോളിസി തോക്ക് നിയന്ത്രണത്തെ പറ്റിയൊക്കെ ഉണ്ട്. അതൊരു കാരണമാണ്. ഇപ്പോൾ ടെക്സസിൽ വന്നാൽ, ഇപ്പോൾ സമീപ സ്റ്റേറ്റിൽ വളരെ സ്ട്രിക്റ്റായ നിയന്ത്രണമുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് ഈ ബോർഡറിൽ നിന്ന് എളുപ്പം തോക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്.
പിന്നെ നിയമം ആദ്യം ഞാൻ സൂചിപ്പിച്ച മാതിരി വളരെ സ്ട്രിക്റ്റ് അല്ല ഇപ്പോഴുള്ള ആ നിയമം. ഒരുപക്ഷെ എൻ്റെ ചിന്ത ഇത് സ്റ്റേറ്റ് പരിധിയിൽ നിന്ന് ഒരു ഫെഡറൽ പരിധിയിലേക്ക് തോക്ക് നിയന്ത്രണമോ തോക്കിനെ പറ്റിയുള്ള നിയമങ്ങളോ എല്ലാം ഫെഡറൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നന്നായിരിക്കും. ഒരു യൂണിഫോം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ 50 സ്റ്റേറ്റ് ഉണ്ട്. അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ആണ്. 50 സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായ ഒരുപക്ഷെ 50 നിയമങ്ങളാകാം. ഇപ്പോ ഈ കൊല്ലം 2024 എൻ്റെ അറിവില് ഇതൊരു 45ാമത്തെ സ്കൂൾ വെടിവെപ്പാണ് നടന്നത്. നമ്മൾ വാർത്തയിൽ വായിക്കുന്നത് ഇതില് കോൾട്ട് ഗ്രേ എന്നുള്ള ഒരു പയ്യൻ സ്കൂളിലേക്ക് കയറി വെടിവെക്കുന്നു. അതിനു മുൻപ് വാൺ ചെയ്തിരുന്നു. പക്ഷെ ഈ കോൾട്ട് ഗ്രേയിന് അറ്റ്ലാന്റയിലുള്ള കോൾട്ട് ഗ്രേയിന് എങ്ങനെ തോക്ക് കിട്ടി? അത് പത്രത്തിൽ ഞാൻ പിന്നീട് വായിച്ചു. അത് പുള്ളിക്കാരൻ്റെ അച്ഛൻ മിസ്റ്റർ ഗ്രേ കൊടുത്തതാണ് സമ്മാനമായിട്ട്. അപ്പോൾ ഇത് വളരെ ലാഘവത്തോടു കൂടി ഒരുപക്ഷെ ഒരു കളിപ്പാട്ടം മാതിരി ഒക്കെ പേരൻസ് പോലും ഇതിനോട് പ്രതികരിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു. ആ ഒരു നിലപാട് മാറണം. ഇതിനൊക്കെ തന്നെ ഒപ്പം മിസ്റ്റർ ഹരി നമ്പൂതിരി സൂചിപ്പിച്ച മാതിരി തന്നെ ഇവിടെ ഒരു ഗൺ ലോബിയുണ്ട്, ഫയർ ആം ലോബി. അവര് ശക്തമായിട്ട് ഗവൺമെന്റിൽ എപ്പോഴും ഈ അവരുടെ ഇൻഫ്ലുവൻസ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ലൂസാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗൺ ലോബി ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ഒരുപക്ഷെ ഈ തോക്ക് തന്നെ പലതരത്തിൽ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഒരുപക്ഷെ വിഡിത്തമായിരിക്കാം പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തോക്ക് വളരെ സ്ട്രിക്റ്റായിട്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ വെടിവെപ്പ് കുറവാണ്. അപ്പോൾ അവിടെ ഈ പടയപ്പയെ വെടിവെച്ച് ഈ പറയുന്ന മയക്ക് വെടിവെച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന അരിക്കൊമ്പനെ മയക്ക് വെടിവെച്ചു എന്നെല്ലാം വാർത്ത വായിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എന്തുകൊണ്ട് ഇതേമാതിരി മയക്കുവെടി വെക്കത്തക്ക രീതിയിലുള്ള ഈ ശക്തി കുറഞ്ഞ എന്തെങ്കിലും തോക്ക്, സെൽഫ് പ്രൊട്ടക്ഷൻ അത് മതിയല്ലോ. ഒരാളെ മയക്കി കിടത്തുക, പിന്നീട് രക്ഷപ്പെടുത്തുക, പിന്നെ പോലീസിനെ വിളിക്കുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനം വരുന്നത് നന്നായിരിക്കും. പക്ഷേ അത് ഇവിടുത്തെ ലോബിയിസ്റ്റ്, ഈ ഗൺ ലോബിയിസ്റ്റ് സമ്മതിക്കുമോ എന്ന് അറിയില്ല. ഏതാണെങ്കിലും ഇവിടെ ഇപ്പം ഞാൻ ഒരു ഗ്രാൻഡ് പേരൻ്റാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടികളെപ്പോലും സ്കൂളിൽ, പബ്ലിക് സ്കൂളിലായിക്കോട്ടെ പ്രൈവറ്റ് സ്കൂളിലായിക്കോട്ടെ ഒരുപക്ഷെ അയക്കാൻ ഇപ്പോൾ ഭയപ്പാടാണ്. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി 45ഓളം വെടിവെപ്പ് സ്ഥലങ്ങളിൽ അമേരിക്കയിൽ ഒട്ടാകെ സംഭവിച്ചു കഴിഞ്ഞു ഈ 9 മാസത്തിനിടെ. ഇനി 3 മാസം അങ്ങടെ അവശേഷിക്കുന്നു ഈ കൊല്ലം. അപ്പോൾ എത്ര വെടിവെപ്പുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എല്ലാ വെടിവെപ്പിലും മനുഷ്യര് മരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഇവിടെ ഇന്ത്യക്കാരടക്കം എല്ലാ രാജ്യക്കാരും, ഇവിടെ ഈ കുടിയേറ്റ രാജ്യത്തെ എല്ലാ ആരും അവരുടെ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ അവർ തിരിച്ചു വരുമോ, എങ്ങനെയാണ് ഭയപ്പാടോടുകൂടിയാണ്, പലപ്പോഴും പ്രാർത്ഥനയോടുകൂടിയാണ് അയക്കുന്നത്. ഏതാണെങ്കിലും എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, എല്ലാം മറന്ന് ഈ പറയുന്ന ലോബിയെയും എല്ലാം മറികടന്ന് മനുഷ്യ അവകാശങ്ങളെ മാത്രം മുൻനിർത്തി വളരെ സ്ട്രിക്റ്റായ ഒരു ഗൺ നിയമം കൊണ്ടുവരണം. ഇപ്പോ ലിക്വർ മേടിക്കുന്നതിന് 21 വയസ്സ് വേണം എന്നാണ് ഇവിടുത്തെ നിയമം. എന്നാൽ ഒരു തോക്ക് മേടിക്കുന്നതിന് 18 വയസ്സ് മതി. അപ്പോൾ ലിക്വറിനേക്കാൾ മേടിക്കുന്നതിന് എളുപ്പം ഇവിടെ തോക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതായത് സ്ട്രിക്റ്റ് നിയന്ത്രണം, തോക്ക് ഇഷ്യൂ ചെയ്യുന്നതിന്, ലൈസൻസ് കൊടുക്കുന്നതിന് എല്ലാം സ്ട്രിക്റ്റ് നിയന്ത്രണം. അത് ഇമിഗ്രൻ്റ് ആയിക്കോട്ടെ സിറ്റിസൺസ് ആയിക്കോട്ടെ എല്ലാം സ്ട്രിക്റ്റ് നിയന്ത്രണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഡെമോക്രാറ്റ് ആയിക്കോട്ടെ റിപ്പബ്ലിക്കൻസ് ആയിക്കോട്ടെ, ആ നിലയിൽ പ്രവർത്തിക്കണം. ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തെ പറ്റി. തീർച്ചയായിട്ടും റൈറ്റ് ടു ലിവ്,
ഒരാളിന് ജീവിക്കാനുള്ള അവകാശം, ജീവനും സ്വത്തിനുമുള്ള അവകാശം, ഇതൊക്കെ സ്റ്റേറ്റാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സുരക്ഷയ്ക്കായി കൊടുത്തിരിക്കുന്ന തോക്ക് അത് തന്നെ ഒരു ബൂമറാങ് പോലെ ആ രാജ്യത്ത് തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ശ്രീ സ്റ്റാൻലി ജോർജ്, നമ്മൾ ഓരോ തവണയും ഈ സ്കൂളുകളിലെ വെടിവെപ്പ്, അല്ലെ കോളേജുകളിലെ വെടിവെപ്പ്, യൂണിവേഴ്സിറ്റികളിലെ വെടിവെപ്പൊക്കെ കേൾക്കുമ്പോൾ ഈ ഭാവി വാഗ്ദാനമാകേണ്ട കുഞ്ഞുങ്ങൾ, ഭാവനാസമ്പന്നരായ കുഞ്ഞുങ്ങൾ, അവരെ വെടിയേറ്റ് പൊലിഞ്ഞു വീഴുമ്പോൾ ഇനി അടുത്ത തവണ ഇത്തരമൊരു വാർത്ത വരരുതേ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ വർഷം തന്നെ ഇത് 45ാമത്തെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെടിവെപ്പിൽ വരുന്ന ഒരു സംഭവമായി മാറുന്നു. അപ്പോൾ പ്രായോഗികമായി എങ്ങനെ ഈ സ്കൂളുകളിലെ വെടിവെപ്പ് തടയാൻ സാധിക്കും? എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികൾ ഇത്രയും പ്രകോപനം ഉണ്ടാക്കുന്നത്? പലപ്പോഴും അവർക്ക് സ്വന്തമായി തോക്കില്ലെങ്കിൽ വീട്ടിലെ ആരുടെയെങ്കിലും തോക്ക്, മുതിർന്നവരുടെ തോക്കെടുത്ത് അത് പ്രയോഗിക്കുക എന്ന നിലയിലേക്ക് മാറുന്നുണ്ടല്ലോ. അതും പല കുട്ടികളും മാനസികമായ പല സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ മാനസികമായ നിയന്ത്രണമില്ലാത്തവരായി പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് എന്താണ് ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ? ഈ വർദ്ധിച്ചു വരുന്ന ഈ സ്കൂൾ ഷൂട്ടിങ്ങിന്റെ പശ്ചാത്തലത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെതായിട്ടുള്ള കാര്യപരിപാടികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്കൂളുകളിൽ സുരക്ഷാ ഭടന്മാരെ നിയോഗിക്കുക എന്നുള്ളത്. ആയുധമേന്തിയ സുരക്ഷാ ഭടന്മാരുടെ പ്രസൻസ് അവിടെ ഉണ്ടാകണം. അത് മാത്രമല്ല, അവിടെ ട്രെയിൻ ചെയ്യപ്പെട്ട അധ്യാപകർ, ആയുധമുള്ള അധ്യാപകരെ ട്രെയിൻ ചെയ്ത് അവരെ ഇതിന്റെ ഭാഗമാക്കണം, സുരക്ഷയുടെ ഭാഗമാക്കണം. അത് പല സംസ്ഥാനങ്ങളും അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. നിരാകരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, ഇവിടെ അമേരിക്കയിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരുകൾ ഈ പോലീസ് നിയമപാലകരുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക അല്ലെങ്കിൽ അവരുടെ എണ്ണം കുറയ്ക്കുക തുടങ്ങിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ, ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജനങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധം എടുക്കേണ്ടി വരികയാണ്. കാരണം ഇപ്പം തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഒരാൾ അതിക്രമിച്ചു വന്ന് ഒരു തോക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോലീസിനെ വിളിക്കുകയാണ്. ഒരു പക്ഷെ 1 മണിക്കൂർ എടുക്കും, അല്ലെ അരമണിക്കൂർ എടുക്കും അവർ വരാനായിട്ട്. അവർ വരുമ്പോഴേക്കും ഡെഡ് ബോഡികൾ പറക്കിയെടുക്കാൻ അവർ കഴിയത്തുള്ളൂ. എങ്ങനെ ഒരു കുടുംബം അല്ലെ ഒരു കുടുംബനാഥൻ ആ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കും, എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈ പോലീസിന്റെ വെട്ടിച്ചുരുക്കൽ വളരെയധികം ഈ പല സംസ്ഥാനങ്ങളിലും ജീവന് നേരെ, കുടുംബങ്ങൾക്ക് നേരെ ഭീഷണിയായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വന്ന പല കൊലപാതകങ്ങളും, ഗൺ ഉപയോഗിച്ചുള്ള പല കൊലപാതകങ്ങളിലും പിടിക്കപ്പെട്ട ആളുകൾ നിയമവിരുദ്ധമായിട്ട് ഇവിടെ കടന്നു വന്നവരാണ്. ഈ അതിർത്തി കയറി വന്ന മില്യൺസ് ആളുകൾ ഇന്ന് അമേരിക്കയിലുണ്ട്. അവർക്കൊക്കെ ആയുധങ്ങളുണ്ട്, പലർക്കും ആയുധങ്ങളുണ്ട്. പല പിടിച്ചുപറി കേസുകളിൽ, ബലാത്സംഗ കേസുകളിൽ, മർഡർ കേസുകളിലും ഒക്കെ അകപ്പെട്ട ആളുകളിൽ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അവരെങ്ങനെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്? എങ്ങനെ അവർക്ക് ആയുധങ്ങൾ കിട്ടി? അപ്പൊ അത് കുറ്റകൃത്യങ്ങൾ വളരെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അതൊക്കെ തന്നെ വളരെ നിയന്ത്രിക്കേണ്ട കാലമാണ്. ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വരിക, അതുപോലെ തന്നെ ഗൺ ലൈസൻസിങ്ങിനുള്ള കർശനമായ ഉപാധികൾ നടപ്പുവരുത്താൻ എല്ലാ സ്റ്റേറ്റ് സർക്കാരുകൾ ശ്രമിക്കണം. അപ്പൊ സ്കൂൾ സുരക്ഷയ്ക്ക് വേണ്ടി ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്കൂളിൽ പോലീസ് പ്രസൻസ് ഉണ്ടാകുക, സുരക്ഷാ ഭടന്മാരുണ്ടാകുക, ട്രെയിൻഡ് അധ്യാപകരെ ഉണ്ടാകുക, പിന്നെ പേരൻസ് കുട്ടികൾക്ക് അത് ആക്സസ് കൊടുക്കാതിരിക്കുക. അതിന് ജനങ്ങളിൽ വളരെയധികം എഡ്യൂക്കേഷൻ ആവശ്യമാണ്, അവയർനെസ് ആവശ്യമാണ്. അങ്ങനെയൊക്കെ ഒരു സുരക്ഷിതമായ ഒരു സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. പ്രത്യേകിച്ചും യുവതലമുറയെ, അടുത്ത കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതെ, പറഞ്ഞത് ശരിയാണ്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കടന്നുവരവ് സ്കൂളിലേക്ക്, ഒപ്പം തന്നെ സ്കൂളിന് നൽകേണ്ട സുരക്ഷ, അതിനൊക്കെ ഉപരിയായി കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നൽകേണ്ട ഒരു അവയർനെസ്, ഇതെല്ലാം ഒരു സമഗ്രമായ പാക്കേജായി നടപ്പാക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ. ശ്രീ ഹരി നമ്പൂതിരി, ഇപ്പോൾ ഒരു സംസ്ഥാനം ഇക്കാര്യത്തിൽ വളരെ കടുംപിടുത്തത്തിലേക്ക് പോകുന്നു, മറ്റൊരു സംസ്ഥാനം വളരെ ലിബറലായിട്ടുള്ള അയഞ്ഞ നിയമങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈസി അല്ല. ഇന്ത്യയിൽ ഓരോന്നിനും ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പക്ഷെ അമേരിക്കയിൽ അത്ര എളുപ്പമല്ല. എല്ലാ സ്റ്റേറ്റുകളുടെയും അനുവാദവും കോൺഗ്രസിന്റെ
അനുവാദവും അല്ല അപ്രൂവലും വേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നേരത്തെ ക്രിസ്റ്റീൻ സൂചിപ്പിച്ചതുപോലെ 100 പേര് അമേരിക്കക്കാര് 120ഓളം ഗണ്ണ് കൈക്കലുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അതായത് ഇപ്പൊ നമ്മള് ജനസംഖ്യയുടെ 1.2 മടങ്ങ് ഗൺസ് കയ്യിലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ അമേരിക്കയുടെ 5% ഉള്ളൂ വേൾഡിന്റെ. പക്ഷെ 42%, മോർ ദാൻ 42% പ്രൈവറ്റ്ലി ഹെൽഡ് ഗൺസ് അമേരിക്കയിലാണ്. 79% കൊലപാതകങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ തോക്കുകൾ മൂലമാണെന്നാണ് തെളിയിക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ സ്റ്റേറ്റുകൾക്കുള്ള പരമാധികാരത്തെ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റുകയില്ല. സ്റ്റേറ്റുകളിൽ പല പാർട്ടിയാണ് ഭരിക്കുന്നത്. ഒരിടത്ത് ഡെമോക്രാറ്റ് ആണെങ്കിൽ ഒരിടത്ത് റിപ്പബ്ലിക്കൻ ആയിരിക്കും. അപ്പോൾ കാതലായ ഇപ്പൊ റിപ്പബ്ലിക്കൻസിന്റെ സ്റ്റാൻലി സൂചിപ്പിച്ചതുപോലെ സ്കൂൾ സേഫ്റ്റിയും പ്രൊട്ടക്ഷനും ഒരു മെന്റൽ ഹെൽത്ത് ഓവർഹോളും ഒക്കെയാണ് ട്രംപിൻ്റെതായൊരു ബേസിക് ആയിട്ടൊരു പോളിസി. പക്ഷേ ഫർദർ ഗൺ റെസ്ട്രിക്ഷന് അദ്ദേഹം അത്ര യോജിക്കുന്നുണ്ടോ എന്ന് സംശയകരമാണ്. എന്നാൽ കമലാ ഹാരിസിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് വി നീഡ് മോർ ടു ബി ഡൺ. ഇപ്പൊ ഒബാമ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? നമുക്ക് തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ് ആർ നോട്ട് ഇനഫ് വെൻ ദ മാസ് ഷൂട്ടിങ്സ് ആർ ഹാപ്പനിങ്. നമുക്ക് ഇപ്പം എന്ത് പറഞ്ഞാലും ഒരു സിറ്റുവേഷൻ വന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് കയറി പിടിക്കും. ഇത് ഗൺസ് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയായിട്ട് വരുന്നത് കൊണ്ട് ഈ ലോബീസിന്റെ സ്വാധീനം അത്രമാത്രം ഉള്ളതുകൊണ്ടും ഇതൊരു തുലവും ദുഷ്കരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനസിക വൈകല്യമുള്ളവർ, ഹേറ്റ്രഡ് ഉള്ളവർ, ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്സ് അല്ല കൂടുതൽ നടക്കുന്നത്. ഈ മാനസിക വൈകല്യമുള്ളവരും ഈ പൊതുവെ ഈ ഹേറ്റ്രഡ് പ്രധാനമായി മുഖമുദ്രയായി കൊണ്ടു നടക്കുന്നവരുമാണ്. 2008-ലും 2020-ലും നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് വളരെ ഹൈ ആണ്. 2008-ൽ ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായ സമയം, 2020 കോവിഡ് സമയം. ഇപ്പൊ ഇതൊരു വ്യക്തമായ ഒരു അംബിഗ്വിറ്റി ഉണ്ട്. ഈ ബിൽ ഓഫ് റൈറ്റ്സിലെ ഈ സെക്കൻഡ് അമെന്റ്മെന്റിനും ഒരു അംബിഗ്വിറ്റി ഉണ്ട്, ഒരു ക്ലാരിറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫർദർ എങ്ങനെയാണ് ഇപ്പം ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതിയ പ്രവണതകളോ പുതിയ തരത്തിലേക്കോ കമന്റ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ ഇതൊരു വലിയ ചലഞ്ചാണ് ക്രിസ്റ്റീന. ഇറ്റ് ഈസ് എ ചലഞ്ച്. നമ്മളിപ്പം ഈ ഡിബേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൺ കൺട്രോൾ ഇറ്റ് ഈസ് പോളറൈസ്ഡ് ഓൺ ബോത്ത് സൈഡ്സ്. പബ്ലിക് സേഫ്റ്റി ഒരു ബാലൻസിങ് വിത്ത് പബ്ലിക് സേഫ്റ്റി വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഈസ് still remain as a challenge for effective and efficient shaping of the gun policy. അതെ, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന റൈറ്റ് ടു ലിവ് അല്ലെങ്കിൽ പൊതുജന സുരക്ഷ എന്നത് അതിന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണിത്. ശ്രീ എസ് ജോർജ്, ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ജോ ബൈഡൻ പറഞ്ഞു തോക്കു നിയമം ശക്തമാക്കേണ്ടതിൻ്റെ, അത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത വൈറ്റ് ഹൗസ് അതിനെക്കുറിച്ച് ഊന്നി പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു വശത്ത് ബൈഡൻ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മകനായ ഹണ്ടർ ബൈഡനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അവരെ ഒന്നിച്ച് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഗൺ കൺട്രോളിലേക്ക് പോകണമെന്ന ഒരു ആഹ്വാനവും ജോ ബൈഡൻ നൽകുകയുണ്ടായി. ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഈ സംഭവം അത് ഏത് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും? ഇതേപോലെ ഇരു പാർട്ടികളും ഒന്നിച്ചു ചേർന്ന് ഒരു സംയുക്തമായ തോക്ക് നിയന്ത്രണ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ പദ്ധതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമ്മളിവിടെ നമ്മുടെ ചർച്ച ആരംഭിച്ചത് സ്കൂൾ വെടിവെപ്പിനെ പറ്റിയാണ്. പക്ഷെ സ്കൂളുകളിൽ മാത്രമല്ല, ഫാക്ടറികളിൽ, സ്വന്തം വീടുകളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, അതായത് പരക്കെ വെടിവെപ്പുണ്ട്. തോക്കുകൾ കഥ പറയുന്നു. അതാണിപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതോ ഒരു സിനിമയുണ്ടല്ലോ മലയാളത്തിൽ, തോക്കുകൾ കഥ പറയുന്നു. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ തോക്കുകൾ നിരന്തരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ട് പാർട്ടിക്കാരും ഇവിടെ റിപ്പബ്ലിക്കൻ ആൻഡ് ഡെമോക്രാറ്റ്
ഇതിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഇവിടെ ക്യാമ്പയിനിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് വെടിയേറ്റു. അദ്ദേഹം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മാത്രം. അപ്പോൾ കൂടുതലായിട്ട് ഗൺ കൺട്രോൾ വേണ്ട എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഗൺ ലോബിയോട് കൂടുതലായിട്ട് ഒട്ടി നിൽക്കുന്ന ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയുന്നില്ല. ചിലർ പറയുന്നു റിപ്പബ്ലിക്കനാണ്. അപ്പോൾ ആ റിപ്പബ്ലിക്കൻ പ്രസിഡന്റിൻ്റെ ക്യാമ്പയിനിൽ തന്നെ ഇവിടെ ഇടയിൽ 2 മാസം മുമ്പ് വെടിയേറ്റു. അത് നമ്മളെല്ലാവരും എല്ലാ ചാനലിലും കണ്ടതാണ്. പിന്നെ അതിലെല്ലാം അപ്പുറം നമ്മൾ അമേരിക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇവിടുത്തെ സിവിൽ റൈറ്റ്സ് ലീഡേഴ്സ് മാർട്ടിൻ ലൂതർ കിങ്, അതേമാതിരി എബ്രഹാം ലിങ്കൺ, അങ്ങനെ ജോൺ എഫ് കെന്നഡി എല്ലാം തോക്കിന് ഇരയായി മരിച്ചവരാണ്. നാട്ടിലുമുണ്ട് ഇന്ദിരാഗാന്ധി, അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ സത്യത്തിൽ ഇവിടെ സംസാരിച്ചത് ലീഗലൈസ്ഡ് ചെയ്ത തോക്കിനെ പറ്റിയാണ്, ലീഗൽ വെപ്പൺസ് തോക്കിനെ പറ്റിയാണ്. പക്ഷെ അമേരിക്കയിൽ ധാരാളമായിട്ട് ഇല്ലീഗലായിട്ട് ഈ പറയുന്ന ഇല്ലീഗലായിട്ട് മെക്സിക്കോയിൽ നിന്ന് അല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന ഈ അതിർത്തി പ്രദേശത്തിൽ നിന്ന് കടത്തിക്കൊണ്ടു വരുന്ന തോക്കുകൾ ഇവിടെ അനധികൃതമായിട്ട് ഫാക്ടറികളിൽ തോക്ക് ആർക്കും ലൈസൻസ് പോലും ഇല്ലാതെ ഒരു അപ്ലിക്കേഷൻ പോലും പൂരിപ്പിക്കാതെ വാങ്ങുന്നവരുമുണ്ട്. അപ്പോൾ അവരെ എല്ലാം പിടിക്കാൻ കർശനമായ ഒരു നിയമം, പിടിക്കപ്പെട്ടാൽ അവരെ കർശനമായ ശിക്ഷകൾ അവർക്ക് കൊടുക്കണം. ഓക്കെ, കാരണം എല്ലാവരുടെയും പ്രൊട്ടക്ഷനാണ് ഒരു ഗവൺമെന്റിന്റെ ദൗത്യം. അപ്പോൾ സെൽഫ് എന്നെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്താൽ പോരാ, എല്ലാവരെയും എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ വെടിവെക്കുന്നു. പക്ഷേ അതേ അവസരത്തിൽ എൻ്റെ തോക്ക് ഒരുപക്ഷെ ഞാൻ എൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട് വിനിയോഗിച്ചേക്കാം, ഒരൊറ്റ ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കെതിരായിട്ട് പ്രയോഗിച്ചേക്കാം, അല്ലെങ്കിൽ കുട്ടികൾ പിതാവിനെതിരായിട്ട് പ്രയോഗിച്ചേക്കാം. അപ്പോൾ തോക്കുകൾ അപകടകാരികളാണ്. അപകടകാരികളായ ഈ ഫയർ ആംസ് അതിന് വളരെ 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 ഇപ്പം പറയുന്ന മാതിരി ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുക ഇന്ത്യയുടെ മാതിരി അത്ര എളുപ്പമല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. എങ്കിൽ പോലും ഈ 2 പാർട്ടിക്കാരും ഈ 2 പാർട്ടിക്കാരുമാണല്ലോ മാറി മാറി അമേരിക്ക ഭരിക്കുന്നത്, റിപ്പബ്ലിക്കൻസോ ഡെമോക്രാറ്റ്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ ടോട്ടൽ പ്രൊട്ടക്ഷന് വേണ്ടി ഈ 2 ഗവൺമെൻറ്റും അവരുടെ സെനറ്റർമാരും കോൺഗ്രസ്മാന്മാരും ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്ത് എങ്കിൽ പോലും ഇവരൊന്നിച്ച് നിന്നാലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലെങ്കിലും ജനത്തിനു വേണ്ടി, ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിലകൊള്ളണമെങ്കിൽ ഇവിടെ ചേഞ്ച് വേണം. അതൊരു പക്ഷേ കേന്ദ്ര നിയമത്തിൽ, ഫെഡറൽ നിയമത്തിൽ കൊണ്ടുവരണം, സ്റ്റേറ്റ് നിയമത്തിൽ വരണം. ഇതിന് പകരം ഒരു നിയമമായിരിക്കണം അമേരിക്കയിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ. ശരി, താങ്ക് യു. എന്തായാലും ഒരു വശത്ത് ഭരണഘടനാപരമായി സ്റ്റേറ്റിനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുക എന്നത്. മറുവശത്ത് ഒരു വിരോധാഭാസം എന്ന നിലയിൽ ജനങ്ങളോട് തന്നെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി തോക്കുകൾ ഉപയോഗിക്കാൻ ആ ഭരണകൂടം പറയുകയും ചെയ്യുന്നു. ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നിടത്തോളം ഇതിന് എത്രത്തോളം പ്രായോഗികമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. എന്തായാലും താങ്ക് യു വെരി മച്ച് ശ്രീ സ്റ്റാൻലി ജോർജ്, ശ്രീ ഹരി നമ്പൂതിരി, ശ്രീ AC ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂയോർക്ക് ടൈംസ് ഈയിടെ വിശേഷിപ്പിച്ചതുപോലെ ഒരു കൗമാര മാനസിക പ്രതിസന്ധി കോവിഡിന് ശേഷം അമേരിക്കയിൽ കൂടുതൽ പ്രകടമായിരിക്കുന്നു. ഇതും നമുക്ക് ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അമേരിക്ക ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ വെടിവയ്പ്പുകൾ തന്നെയാണ്. അക്രമികൾക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം. പക്ഷേ അതിനു മുൻപ് ഏത് തരത്തിലുള്ള മാനസിക വ്യാപാരത്തിലാണ് അവരിത് ചെയ്തത് എന്നതും കൂടി നമ്മൾ ചിന്തിക്കണം. അതിനും സമഗ്രമായ പരിഹാരം ആവശ്യമാണ്. ഇനിയെങ്കിലും തോക്കുകൊണ്ടുള്ള ഇത്തരം വാർത്തകൾ, തോക്കുകൊണ്ട് വെടിയേറ്റ് മരിച്ച ഇത്തരം വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആകാതെ വരട്ടെ, അത്തരം വാർത്തകൾ വരാതെ ഇരിക്കട്ടെ. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.